ഹലോ, ഇന്ന് അമ്മയുടെ വക ഒരു ഇഞ്ചിത്തീയൽ സ്പെഷ്യൽ കറിയാണ് കേട്ടോ. അപ്പം ഓണത്തിന് നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവില്ലേ, ഞാൻ ഈ ഇഞ്ചി ഇരുന്ന് അരിയുന്നതൊക്കെ. അപ്പം അന്നെടുത്ത വീഡിയോ ആണ് ഇന്ന് പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണെന്ന്. ഓണത്തിന് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു കറിയാണല്ലേ നമ്മുടെ ഇഞ്ചി കറി എന്ന് പറയുന്നത്. അത് ഇഞ്ചിത്തീയലായാലോ അടിപൊളിയായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ഇഞ്ചിയും കൊച്ചുള്ളിയും നല്ലോണം ചെറിയ രീതിക്ക് അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ നല്ലോണം മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നത് തേങ്ങ വറുത്തതാട്ടോ. തേങ്ങ വറുത്തതും എടുത്ത് അതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടിയും ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും ഒരു ചെറിയ ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലോണം മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ റെഡിയായിരിക്കും. അപ്പോൾ അതിൻ്റെ ചൂട് മാറുമ്പോഴത്തേക്കും നമുക്കത് അരച്ചെടുക്കാം. ഇഞ്ചിയും കൊച്ചുള്ളിയും കൂടെ ചേർത്ത് അരച്ചെടുത്ത് നേരത്തെ ബാക്കി വന്ന എണ്ണയ്ക്കകത്തേക്ക് കുറച്ച് കടുവ് ഇട്ട് പൊട്ടിച്ച് ശകലം ഒരു 2-3 പച്ചമുളകും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ തണ്ടോടുകൂടി തന്നെ ചേർക്കുക കേട്ടോ. കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇതാക്കിയതിന് ശേഷം നമ്മുടെ ആ അരച്ച് വെച്ച ഇഞ്ചിയും കൊച്ചുള്ളിയും കൂടെ പേസ്റ്റ് ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് പുളി പിഴിഞ്ഞത് ചേർത്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ വറുത്തതും കൂടെ അരയ്ക്കുക കേട്ടോ. നല്ല അരച്ച് പേസ്റ്റാക്കി അതിലേക്ക് ഒഴിക്കുക കേട്ടോ. ആവശ്യത്തിന് പുളിവെള്ളവും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം തിളച്ചെടുത്ത് അടിപൊളി ഇഞ്ചിത്തീയൽ റെഡിയാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ടാറ്റാ ബൈ.